ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് മാത്സ് സെക്കൻഡ് ടേം എക്സാം ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോഡൽ മാത്രമാണ്. ഇത് നോക്കി നിങ്ങൾ മോഡൽസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 1, ലെറ്റ്സ് മെഷർ ആൻഡ് റൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പെൻ, പെൻസിൽ, ഇറേസർ, കട്ടർ. വാട്ട് തിങ്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകളാണ് നിങ്ങളിവിടെ എഴുതുക. പെൻ, പെൻസിൽ, ഇറേസർ, കട്ടർ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ്, വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ്? ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ലോങ്ങസ്റ്റ് പെന്നാണ്, ഷോർട്ടസ്റ്റ് കട്ടർ. ഓക്കെ, അടുത്തത് മെഷർ ലെങ്ത് ഓഫ് ദീസ് ഒബ്ജക്ട്സ് യൂസിങ് എ സ്കെയിൽ. ഇനി നിങ്ങളിവിടെ നോക്കിയിട്ട് വെറുതെ നോക്കി പറഞ്ഞാൽ പോരാ, അളന്ന് നോക്കി തന്നെ ഉത്തരം കണ്ടുപിടിക്കണം. ഒന്ന് നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. ഇറേസറാണ്, ചെറുതാണ് തന്നിട്ടുള്ളത്. മറ്റൊന്ന് പെൻസിൽ, അടുത്തത് പെൻ. അപ്പോൾ നിങ്ങളിത് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. നിങ്ങളുടെ അളവ് ശരിയാണോ എന്നറിയാൻ വേണ്ടി പറയാം. ഇറേസർ 2 സെൻറ്റിമീറ്റർ, പെൻസിൽ 6 സെൻറ്റിമീറ്റർ, പെൻ 7 സെൻറ്റിമീറ്റേഴ്സ്. റൈറ്റ് ദ ലെങ്ത്സ് ഇൻ ഓർഡർ. ഓർഡറിൽ ഈ ലെങ്ത്ത് എഴുതണം. അപ്പോൾ എന്തൊക്കെയാണ്? 2 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 2, അപ്പു ആൻഡ് അമ്മു ആർ പ്ലേയിങ് വിത്ത് നമ്പർ കാർഡ്സ്. ഫൈൻഡ് അമ്മൂസ് കാർഡ്സ് ദാറ്റ് മാച്ചസ് കറക്റ്റ്ലി വിത്ത് ദാറ്റ് ഓഫ് അപ്പൂസ്. അപ്പൂസിൻ്റെ കാർഡിന് കറക്റ്റായിട്ടുള്ള ആൻസർ അമ്മുവിൻ്റെ കാർഡിൽ നിന്ന് മാച്ച് ചെയ്തെടുക്കണം. അപ്പുവിൻ്റെ കാർഡ് നോക്കാം. 3 × 5. 3 × 5 എത്രയാണ്? 15. 15ഉമായിട്ട് നമ്മളിതിനെ ലൈന് കൊണ്ട് യോജിപ്പിക്കാം. 8 × 10. 8 × 10 80. 80 യോജിപ്പിക്കുക. 7 × 7 49. 49നെ യോജിപ്പിക്കുക. 5 × 5 25. 25നെ യോജിപ്പിക്കുക. 4 × 3 4 × 3 12. ഓക്കെ. കളർ ദ പെറ്റൽസ് ദാറ്റ് മാച്ചസ് വിത്ത് ദ നമ്പർ അറ്റ് ദാറ്റ് സെൻറ്റർ. സെൻറ്ററിലുള്ള നമ്പറുമായി മാച്ച് ചെയ്യുന്നതിനെ കളർ ചെയ്യുക. സെൻറ്ററിലെ നമ്പർ 24 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആൻസേഴ്സ് 24 കിട്ടുകയാണെങ്കിൽ ആ പെറ്റൽസ് കളർ ചെയ്യുക. 7 × 4 നോക്കുക. 7 × 4 എത്രയാണ്? 28. 7 × 4 28 ആണ്, മാച്ച് അല്ല. 6 × 4 24. അപ്പോൾ ഈ പെറ്റൽ മാച്ചാണ്, ഇതിനെ കളർ ചെയ്യുക. 2 × 8 2 × 8 16 ആണ്, അപ്പോൾ അത് മാച്ച് അല്ല. 8 × 3 8 × 3 24. അപ്പോൾ ഈ പെറ്റൽ മാച്ചാണ്, ഇത് കളർ ചെയ്യുക. 5 × 7 5 × 7 35. 35 മാച്ച് അല്ല. 12 × 2 12 × 2 24. അപ്പോൾ ഈ പെറ്റലും മാച്ചാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പെറ്റൽ കളർ ചെയ്യണം? 6 × 4 8 × 3 12 × 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഇൻ ടോട്ടൽ? 1 egg costs 8. ഇവിടെ കുറച്ച് എഗ്സ് ഇരിക്കുന്നുണ്ട്. ഒരു എഗ്ഗിന് കോസ്റ്റ് എത്രയാണ്? 8 rupees. ഹൗ മെനി റുപ്പീസ് ആർ നീഡഡ് ടു ബൈ ഓൾ ദ എഗ്സ്? ഹൗ മെനി എഗ്സ്? 1 2 3 4 5 6. 6 എഗ്സ് ആണുള്ളത്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമുക്ക് എത്ര വേണം? 6 × 8 6 × 8 എത്രയാണ്? 6 × 8 എത്രയാണ്? 48. അടുത്തത് നോക്കൂ. ഗുവ. ഗുവ ആണ് അവിടെ ഉള്ളത്. 1 ഗുവ കോസ്റ്റ് 9. ഹൗ മെനി ഗുവാസ്? 4 അല്ലേ? അപ്പോൾ ഒരു ഗുവാക്ക് 9. അപ്പോൾ 4 × 9 4 × 9 36. ഹൗ മെനി റുപ്പീസ് ആർ നീഡഡ് ടു ബൈ ആൾ ദ ഗുവാസ്? 36. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 3. ഫൈൻഡ് ദ ടൈം വെൻ കിച്ചു റീച്ച്ഡ് സ്കൂൾ. ആ ക്ലോക്കിലെ ടൈം എത്രയാണ്? ബിഗ് ഹാൻഡ് സ്മോൾ ഹാൻഡ് എവിടെ നിൽക്കുന്നത്? ബിഗ് ഹാൻഡ് 6ലാണ്, അതായത് 30 minutes.
സ്മോൾ ഹാൻഡ് 9ൻ്റെ അപ്പുറത്താണ് അല്ലേ. അപ്പോൾ 9:30 ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. കിച്ചു ഹാഡ് എ സ്റ്റോറി കോമ്പറ്റീഷൻ. അവനൊരു സ്റ്റോറി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് ടൈംസ് ആർ ഷോൺ ഇൻ ദ ക്ലോക്ക്. ക്ലോക്കിലെ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും കൊടുത്തിരിക്കുന്നു. 10:30 സ്റ്റാർട്ട് ചെയ്യും, 11:45 എൻഡ് ചെയ്യണം. ടൈം ടേക്കൺ ഫോർ ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന് എത്ര ടൈം എടുത്തു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 10:30 to 11:30 നോക്കുക. 10:30 to 11:30 1 hour ആയില്ലേ. പിന്നെ 30 കഴിഞ്ഞാൽ 45 ആവാൻ വേണ്ടി എത്ര മിനിറ്റ് വേണം? 30 + 10 40 ആയി. പിന്നെ ഒരു 5 മിനിറ്റ്സും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അതായത് 15 മിനിറ്റ്സ്. 1 hour 15 മിനിറ്റ്സ്. ടൈം ടേക്കൺ ഫോർ ദ കോമ്പറ്റീഷൻ 1 hour 15 മിനിറ്റ്സ്. അടുത്തത് കിച്ചു റീച്ച്ഡ് ഹോം അറ്റ് 4:45 ഈവനിങ്. മാർക്ക് ദ ടൈം ഇൻ ദ ക്ലോക്ക്. 4:45 എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? സ്മോൾ ഹാൻഡ്, ഷോർട്ട് ഹാൻഡ് എവിടെ വരെ? 4ൻ്റെ നടുവിലായിട്ട് വരയ്ക്കുക. 45 എന്നുള്ളത് ബിഗ് ഹാൻഡ് 9ലേക്കും വരയ്ക്കുക. ഇതേപോലെ ഒരു ക്ലോക്ക് വരയ്ക്കുക. ആക്ടിവിറ്റി നമ്പർ 4. കലണ്ടർ ഓഫ് 2024 ഡിസംബർ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ. നിങ്ങൾക്ക് കലണ്ടർ ഡിസംബറിൽ 24 കലണ്ടറാണ് തന്നിട്ടുള്ളത്. അതിൽ ഡേറ്റ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് ഡേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 4 വെൻസ്ഡേ ആണ്. വെൻസ്ഡേ ഏതാണ് ഡേറ്റ്? 4. അതേപോലെ 31 ട്യൂസ്ഡേ ആണ്. 31 ട്യൂസ്ഡേ. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഡേ ഈസ് ഫസ്റ്റ് ഡേറ്റ് ഇൻ ദ കലണ്ടർ? കലണ്ടറിലെ ഫസ്റ്റ് ഡേ ഏതായിരിക്കും? ഇപ്പോൾ വെനസ്ഡേ ആണ് 4 അല്ലേ. അപ്പോഴോ ട്യൂസ്ഡേ എന്തായിരിക്കും? 3rd, മൺഡേ 2nd, സൺഡേ ഫസ്റ്റ് ഡേ. ഹൗ മെനി വെനസ്ഡേയ്സ് ആർ ഇൻ ദ മന്ത്? ഹൗ മെനി വെനസ്ഡേയ്സ്? 4 ഒന്നുണ്ട്, അടുത്തതൊന്ന്, അതിനടുത്തതും. അതായത് 4 വെനസ്ഡേയ്സ്. എത്ര വെനസ്ഡേ ആണ്? 4 വെനസ്ഡേയ്സ്. വിച്ച് ഡേ ഈസ് ദ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത്? നെക്സ്റ്റ് മന്തിൽ ഏതാണ് ഡേ? ആദ്യത്തെ ഡേ ഏതായിരിക്കും? കാരണം ട്യൂസ്ഡേ ആണ് 31. ഡിസംബർ 31 ട്യൂസ്ഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേ വെനസ്ഡേ ആയിരിക്കും. വെനസ്ഡേ. അടുത്തത് നോക്കൂ. ആർട്സ് ഫെസ്റ്റിവൽ ഈസ് ഫ്രം ഡിസംബർ 11 to 22. Then how many days are assigned for the arts festival? ആർട്സ് ഫെസ്റ്റിവലിന് എത്ര ദിവസം എടുത്തു? 11 to 22. എത്ര ദിവസമായിരിക്കും? 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. അപ്പോൾ എത്രയാണ്? 12 days. എ പാർട്ട് ഓഫ് കലണ്ടർ ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ അതർ ഡേറ്റ്സ്. 23യുടെ അപ്പുറം ഉള്ളത് നമുക്ക് വേഗം കിട്ടും അല്ലേ. 22ഉം 24ഉം. ഇനി 23ൻ്റെ നേരെ മേലെയുള്ള ഡേറ്റ് എത്രയായിരിക്കും? 16. 23യുടെ മേലുള്ള ഡേറ്റ് 16ഉം താഴെയുള്ളത് 30യുമാണ്. 7 ആണ് ഡിഫറൻസ്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ്? 7. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 5. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 20 + 20 + 20 അവിടെ ഒരു സംഖ്യയും കൂടി ചേർന്നാൽ 80 ആവും. എല്ലാതും 80 കിട്ടുന്ന കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ എഴുതിണ്ടാക്കണം. അപ്പോൾ 20 + 20 + 20 3 20 കൂടിയപ്പോൾ 60 ആയിട്ടുണ്ട്. ഇനി 80 ആവാൻ ഒരു 20 കൂടെ കൂട്ടണം. അതായത് 4 20. ഇവിടെ 20 എന്നും കൂടെ എഴുതി ചേർക്കണം. 80 ആയി. അപ്പോൾ ഇപ്പുറത്ത് നോക്കൂ. 20 × ഡാഷ് സമം 80. 20 എത്ര എണ്ണം കൂടിയാലാണ് 80 ആവുക നമ്മൾ കണ്ടു. എത്രയാ? 4. 20 × 4 = 80. 80 × ഡാഷ് = 80. 80ക്ക് 80 തന്നെ കിട്ടുകയാണെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1. 80 × 1 = 80.
80 ഇൻറ്റു 1. 8 ഇൻറ്റു 10. ഓക്കെ. ഇനി 40 ഇൻറ്റു 40 പ്ലസ് 40 80 ആണ്. അതായത് 2. 40 ഇൻറ്റു 2. 5 ഇൻറ്റു 16. 5 ഇൻറ്റു 16. ഓക്കെ. അതിൽ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 500 300 ഡാഷ് ഈക്വൽസ് 900. 500ഉം 300ഉം പിന്നെ ഏത് കൂടിയാലാണ് 900 ആവുക? 500ഉം 300ഉം 800. 800 കൂടെ ഒരു 100 കൂടെ ചേർന്നാൽ 900 ആവും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ 100 എന്നാണ് അവിടെ എഴുതേണ്ടത്. 500 300 100. ഇനി ഇപ്പുറത്തേക്ക് നോക്കൂ. 400 300 ഡാഷ് ഈക്വൽസ് 900. അവിടെയോ 400 പ്ലസ് 300 700 ആണ്. 700ൽ കൂടെ 200 കൂടെ കൂട്ടിയാലാണ് 900 ആവുക. അപ്പോൾ ഇവിടെ 200 എന്ന് എഴുതുക. അടുത്തത് 435 ഡാഷ് 210 ഈക്വൽസ് 961. അപ്പം നമുക്കതെങ്ങനെ നോക്കാം. ആദ്യം 435 പ്ലസ് 210 എത്രയാണ്? 645. ഇനി നമുക്ക് 961ൽ നിന്ന് 645 മൈനസ് ചെയ്യാം. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 316. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 316ഉം 178ഉം ഉണ്ട് അവിടെ. അത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. അപ്പോഴോ 494 എന്ന് കിട്ടും. 494നെ 961ൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 467. അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ ഫില്ല് ചെയ്യാം. അടുത്തത് പാറ്റേൺ ആണ്. കംപ്ലീറ്റ് ദ പാറ്റേൺ. 888 പ്ലസ് 111 അപ്പോൾ ഈക്വൽസ് 999. ഇനി 777 പ്ലസ് 222 ഈക്വൽസ് 999. ഈ ഭാഗത്ത് 100 കുറയുന്നു, ഈ ഭാഗത്ത് 100 കൂടുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി എഴുതി നോക്കാം. 666 പ്ലസ് 333 ഈക്വൽസ് 999. 555 പ്ലസ് 444 ഈക്വൽസ് 999. 444 ഈക്വൽസ് 555 ഈക്വൽസ് 999. 333 പ്ലസ് 666 ഈക്വൽസ് 999. 222 പ്ലസ് 777 ഈക്വൽസ് 999. അടുത്ത ആക്ടിവിറ്റി 6. ഫൈൻഡ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്. അബാക്കസിലെ നമ്പർ എത്രയാണ് നോക്കുക. 100ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 100 3 hundreds, 10s 4 10s, 1s 4 1s. അപ്പോൾ 344. 344. If one bead from 100's place is removed and put in 10's place, ഇപ്പോൾ 100ൻ്റെ പ്ലേസിൽ നിന്ന് ഒരു ബീഡ് റിമൂവ് ചെയ്ത് അതിനെ 10ൻ്റെ പ്ലേസിൽ ഇട്ടാൽ then what will be the new number? അപ്പോൾ 100ൽ നിന്ന് 1 കുറഞ്ഞു, 200 ആയി. അതേസമയം 10ൽ 5 ആയി. അപ്പോൾ 254 എന്നാണ് കിട്ടും. 200 ന്യൂ നമ്പർ എത്രയാണ്? 254. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂ നമ്പർ ആൻഡ് ദ ഒറിജിനൽ? ഡിഫറൻസ് കാണാൻ മൈനസ് ചെയ്യണം. 344 മൈനസ് 254 ഈക്വൽസ് 90. അടുത്തത് നോക്കുക. അമ്മു ബോട്ട് 2 necklaces, ഈച്ച് കോസ്റ്റ് 10 rupees. 10 rupeesൻ്റെ 2 necklaces അമ്മു വാങ്ങി. 2 bangles, ഈച്ച് കോസ്റ്റ് 6 rupees. 6 rupeesൻ്റെ 2 bangles ആൻഡ് 2 clips, ഈച്ച് കോസ്റ്റ് 20 rupees. 2 ക്ലിപ്പ് 20 രൂപ വീതമുള്ള 2 ക്ലിപ്പ് ആൻഡ് 3 slides ഫോർ 15 rupees. 15 rupeesന് 3 സ്ലൈഡ്സും വാങ്ങിച്ചു. ഹൗ മച്ച് മണി ഡിഡ് അമ്മു സ്പെൻഡ്? നമുക്ക് ഓരോന്നിൻ്റെയും കാണണം അല്ലേ? കോസ്റ്റ് ഫോർ
2 necklaces equals 2 into 10, 20 rupees. Cost for 2 bangles equals 2 into 6, 12 rupees. Cost for 2 clips, 2 into 20, 40 rupees. Cost for 3 slides, 15 rupees. അപ്പോൾ ടോട്ടൽ അമ്മു സ്പെൻഡ് ചെയ്തത് എത്രയാണ്? 20 പ്ലസ് 12 പ്ലസ് 40 പ്ലസ് 15, 87 rupees. അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ബട്ട് അശ്വതി ഹാഡ് മണി ടു ബൈ ഓൺലി 1 നെക്ലേസ്, 1 ബാങ്കിൾ ആൻഡ് 1 ക്ലിപ്പ്. അശ്വതിയുടെ കയ്യിൽ ഒരു നെക്ലേസും ഒരു ബാങ്കിളും ഒരു ക്ലിപ്പും വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ. ദെൻ ഹൗ മച്ച് മണി ഡിഡ് അശ്വതി സ്പെൻഡ്? കോസ്റ്റ് ഫോർ 1 ചെയിൻ 10 rupees. കോസ്റ്റ് ഫോർ 1 ബാങ്കിൾ 6 rupees. കോസ്റ്റ് ഫോർ 1 ക്ലിപ്പ് 20 rupees. ടോട്ടൽ അശ്വതി സ്പെൻഡ് 10 plus 6 plus 20 equals 36 rupees. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പരീക്ഷ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.